നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. 2026 ജനുവരി മാസത്തിലെ മൂലം നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ്. ഭാരതീയ ജ്യോതിഷത്തിലെ ഏറ്റവും നിഗൂഢവും എന്നാൽ ശക്തവുമായ നക്ഷത്രങ്ങളിലൊന്നാണ് മൂലം. ധനുരാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ നക്ഷത്രം പരിവർത്തനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും പ്രതീകമായാണ് കണക്കാക്കപ്പെടുന്നത്. 2026 ജനുവരി മാസം മൂലം നക്ഷത്രക്കാർക്ക് കേവലം ഒരു കലണ്ടർ എന്നതിലുപരി മറിച്ച് അവരുടെ ജീവിതത്തിൻ്റെ സുപ്രധാന വഴിത്തിരിവുകളായിരിക്കും ഉണ്ടാകുക. നക്ഷത്ര ചക്രത്തിലെ 19ാമത്തെ നക്ഷത്രമായ മൂലം 0 ഡിഗ്രി മുതൽ 13 ഡിഗ്രി 20 വരെ ധനുരാശിയിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഇതിൻ്റെ അധിപൻ കേതുവാണ്. ഈ നക്ഷത്രത്തിൻ്റെ ആത്മീയവും പരിവർത്തനവുമായ സ്വഭാവത്തെ ഊന്നിപ്പറയുന്നത് ഇതാണ്. ഈ റിപ്പോർട്ടിലൂടെ 2026 ജനുവരി മാസത്തിലെ ഗ്രഹമാറ്റങ്ങൾ മൂലം നക്ഷത്രക്കാരെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് മനസ്സിലാക്കാം. വിവാഹഫലം അറിയുന്നതിന് നിങ്ങളുടെ നക്ഷത്രം കമൻ്റായി രേഖപ്പെടുത്തുക. മൂലനക്ഷത്രത്തിന്റെ ചിഹ്നം കെട്ടിവെച്ച വേരുകൾ എന്നതാണ്. ഇത് കാര്യങ്ങളുടെ അടിസ്ഥാനം കണ്ടെത്താനുള്ള നക്ഷത്രത്തിന്റെ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു. നിര്യതി എന്ന ദേവതയാണ് ഈ നക്ഷത്രത്തെ ഭരിക്കുന്നത്. നിര്യതി വിനാശത്തിന്റെ ദേവതയാണെങ്കിലും അത് പുതിയൊരു തുടക്കത്തിന് വേണ്ടിയുള്ള ശുദ്ധീകരണമായാണ് ജ്യോതിഷത്തിൽ കണക്കാക്കുന്നത്. 2026 ശനി മീനൻ രാശിയിലും വ്യാഴം മിഥുനത്തിലും പിന്നീട് കർക്കിടകത്തിലും സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. മൂലനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 7ാം ഭാവത്തിൽ നിന്ന് 8ാം ഭാവത്തിലേക്ക് മാറുന്നതും ശനി 4ാം ഭാവത്തിൽ തുടരുന്നതും ശ്രദ്ധേയമാണ്. ജനുവരി മാസത്തിൽ മകരൻ രാശിയിൽ സംഭവിക്കുന്ന ഗ്രഹങ്ങളുടെ കൂട്ടായ്മയാണ് ഈ മാസത്തെ ഫലങ്ങളെ നിർണ്ണയിക്കുന്നത്. ജനുവരി മാസത്തിൽ ഗ്രഹങ്ങൾ മകരൻ രാശിയിലേക്ക് സംഗമിക്കുന്നത് മൂലം നക്ഷത്രക്കാരുടെ 2ാം ഭാവത്തെയാണ് ബാധിക്കുന്നത്. ഇത് കുടുംബം, ധനം, വാക്ക് എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവമാണ്. ശുക്രൻ രാശിമാറ്റം സംഭവിക്കുന്നത് മകരം. സൂര്യൻ മകരം, ചൊവ്വ മകരം ഉച്ചസ്ഥിതിയിലാണ്, ബുധൻ മകരം. ഇത് 13, 14, 16, 17 ജനുവരിയിലെ ഓരോ ദിവസങ്ങളിലായിട്ടാണ് മാറ്റം സംഭവിക്കുന്നത്. ഈ 4 ഗ്രഹങ്ങൾ ഓരോ രാശിയിൽ വരുന്നത് വലിയ തോതിലുള്ള ഊർജ്ജ കേന്ദ്രീകരണത്തിന് കാരണമാകും. പ്രത്യേകിച്ച് ചൊവ്വ ഉച്ചസ്ഥിതിയിലെത്തുമ്പോൾ മൂലനക്ഷത്രക്കാർക്ക് അവരുടെ കർമ്മരംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ഇച്ഛാശക്തി ലഭിക്കുന്നു. മൂലനക്ഷത്രത്തിന്റെ അധിപൻ കേതു ആയതിനാൽ തൊഴിൽ രംഗത്ത് പലപ്പോഴും പെട്ടെന്നുള്ള മാറ്റങ്ങൾക്ക് സ്വാഭാവികമായാണ് കാണുന്നത്. 2026 ജനുവരിയുടെ തുടക്കം പ്രൊഫഷണൽ പാത പുനർനിർണ്ണയിക്കാനുള്ള ശക്തമായ ആഗ്രഹം ജനിപ്പിക്കും. ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ തേടിയെത്തും. ചിലർക്ക് അപ്രതീക്ഷിതമായ സ്ഥലമാറ്റങ്ങളോ പ്രമോഷനോ ഒക്കെ ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട്. ഗവേഷണം, മനഃശാസ്ത്രം, അധ്യാപനം എന്നീ മേഖലകളിലുള്ളവർക്ക് ഈ മാസം അതീവ നേട്ടങ്ങൾ നൽകുന്നതാണ്. തങ്ങളുടെ കഴിവുകൾ കൂടുതൽ മിനുക്കിയെടുക്കാൻ മൂലനക്ഷത്രക്കാർ പരിശ്രമിക്കുകയും വേണം. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർ പഴയ രീതികൾ ഉപേക്ഷിച്ച് പുതിയ സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കാൻ തയ്യാറെടുക്കുന്ന മാസം കൂടിയാണ്. 10ാം ഭാവത്തിൽ സംഭവിക്കുന്ന ഗ്രഹവിന്യാസം ഇവരെ കൂടുതൽ പ്രായോഗികവാദികളാക്കും. ചൊവ്വയുടെ ഉച്ചസ്ഥിതി കാരണം സംസാരത്തിൽ പരുഷത വരാൻ സാധ്യതയുണ്ട്. ഇത് സഹപ്രവർത്തകരുമായുള്ള ബന്ധത്തിലെ വിള്ളലുകൾ ഉണ്ടാവാതെ നോക്കേണ്ടതാണ്. ധനുരാശിക്കാരായ മൂലനക്ഷത്രക്കാർക്ക് 2ാം ഭാവത്തിലെ ഗ്രഹങ്ങളുടെ നിൽപ്പ് സാമ്പത്തികമായ വലിയൊരു അഴിച്ചുപണിക്കാണ് വഴിയൊരുക്കുന്നത്. മാസത്തിന്റെ 2ാം പകുതിയുടെ വരുമാനത്തിൽ വലിയ വർധനവ് പ്രതീക്ഷിക്കാം. പഴയ നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭമോ കുടുംബസ്വത്തോ ലഭിക്കാൻ യോഗമുണ്ട്. ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ അപ്രതീക്ഷിത ചെലവുകൾ വരാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിലെ ആഘോഷങ്ങൾക്കോ വീട് പണികൾക്കോ പണം ചെലവഴിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ഊഹക്കച്ചവടങ്ങൾ മാസത്തിൽ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ദീർഘകാല നിക്ഷേപങ്ങൾക്കും റിയൽ എസ്റ്റേറ്റിലും ഈ സമയം അനുകൂലമായി പറയുന്നുണ്ട്. പണം കടം കൊടുക്കുന്നത് ഈ മാസത്തിൽ നഷ്ടങ്ങൾ വരുത്തിവെക്കാനും ഇട കാണുന്നുണ്ട്. മൂലനക്ഷത്രം സത്യാന്വേഷണത്തിന്റെ നക്ഷത്രമായതിനാൽ ബന്ധങ്ങളിലെ പൊള്ളത്തരങ്ങൾ തുറന്നു കാട്ടപ്പെടാൻ ഈ മാസം സാധ്യത കൂടുതലാണ്. മറച്ചുവെച്ച പല സത്യങ്ങളും പുറത്തു വരാൻ സാധ്യതയുള്ള മാസം കൂടിയാണ്. ഇത് പങ്കാളിയുമായുള്ള ബന്ധത്തിൽ വലിയ ശുദ്ധീകരണത്തിന് കാരണമാകും. ദൃഢമായ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാവുകയും ദുർബലമായവ അവസാനിക്കുകയും ചെയ്തേക്കാം. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകാൻ മാസത്തിന്റെ 2ാം പകുതി വരെ കാത്തിരിക്കേണ്ടി വരും. ഇത് അവിവാഹിതർക്കാണ്. പുതിയ പ്രണയബന്ധങ്ങൾ ആരംഭിക്കാൻ സാധ്യതയുണ്ടെങ്കിലും അത് കാർമ്മികമായ ബന്ധങ്ങളായിരിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത വേണം. 2ാം ഭാവത്തിലെ ചൊവ്വയും ശനിയും ചേർന്നുള്ള സ്വാധീനം കാരണം കുടുംബത്തിൽ അനാവശ്യ തർക്കങ്ങളൊക്കെ ഉണ്ടായെന്നും വരാം. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തുക. മൂലനക്ഷത്രക്കാർക്ക് മാനസികവും ശാരീരികവുമായ ആരോഗ്യം ഒരുപോലെ ശ്രദ്ധിക്കേണ്ട സമയമാണിത്. അമിതമായ ജോലിഭാരവും മാനസിക സമ്മർദ്ദവും നാഡീ സംബന്ധമായ തളർച്ചയ്ക്കൊക്കെ കാരണമായെന്നും വരും. നടുവേദന, അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കണം. ഭക്ഷണക്രമത്തിൽ കൃത്യനിഷ്ഠ പാലിക്കുന്നത് ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സഹായിക്കും. പുറത്തുനിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത്.
ഏകാന്തത ആഗ്രഹിക്കുന്ന സ്വഭാവം ഈ മാസം വർദ്ധിക്കാം. ധ്യാനം, യോഗ എന്നിവ ശീലിക്കുന്നത് മാനസിക സന്തുലിതാവസ്ഥയ്ക്ക് സഹായിക്കും. മൂലം നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് ഈ മാസം കഠിനാധ്വാനം അനിവാര്യമാണ്. പഠനത്തിൽ ഏകാഗ്രത കുറയാൻ സാധ്യതയുള്ളതിനാൽ ധ്യാനം ശീലിക്കണം. ഉന്നത വിദ്യാഭ്യാസത്തിന് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ജനുവരി പകുതിയോടെ അനുകൂലമായ വാർത്തകൾ ലഭിക്കും. ജോലി സംബന്ധമായ ദീർഘദൂര യാത്രകൾ ഈ മാസത്തിൽ ഗുണകരമാകും. എന്നാൽ യാത്രാവേളയിൽ വിലപ്പെട്ട രേഖകളും പണവും ഒക്കെ ശ്രദ്ധിക്കുക. എല്ലാ വിഘ്നങ്ങളും നീക്കുന്നതിനായി നിത്യവും ഗണപതിയെ ഭജിക്കുക. ഓം ഗം ഗണപതയേ നമഃ എന്ന മന്ത്രം നിത്യവും 108 തവണ ജപിക്കുക. മൂലനക്ഷത്രത്തിന്റെ അധിപനായ കേതുവിനെ പ്രീതിപ്പെടുത്തുക. ഇതിനായി ഓം കേതവേ നമഃ എന്ന ജപിക്കുന്നതും ചൊവ്വാഴ്ചകളിൽ പ്രത്യേക പൂജകൾ നടത്തുന്നതും ഉത്തമമാണ്. നക്ഷത്ര ദേവതയെ പ്രീതിപ്പെടുത്തുന്നത് ജീവിതത്തിലെ പ്രതിസന്ധികളെ മറികടക്കാൻ സഹായിക്കും. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് കേതുദോഷം കുറയ്ക്കാൻ സഹായിക്കും. ഭഗവാൻ വിഷ്ണുവിന്റെ മത്സ്യാവതാരത്തെ ഭജിക്കുന്നത് കേതുവിന്റെ ദോഷങ്ങളിൽ നിന്ന് മുക്തി നൽകുകയും ചെയ്യും. ആലുമരത്തിന്റെ ചുവട്ടിൽ വെള്ളമൊഴിക്കുന്നതും മരത്തെ പ്രദക്ഷിണം വയ്ക്കുന്നതും മൂലം നക്ഷത്രക്കാർക്ക് ഗുണകരമാണ്. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം മൂലം നക്ഷത്രത്തിന്റെ പ്രധാന ജന്മനക്ഷത്ര ക്ഷേത്രം. കൊല്ലത്താണിത്. മൂലം നക്ഷത്രക്കാർക്ക് വിശേഷാൽ ഫലങ്ങൾ നൽകുന്ന ക്ഷേത്രമാണിത്. മൂലം നക്ഷത്രക്കാർക്ക് 2026 ജനുവരിയിൽ പോസിറ്റീവ് ഊർജ്ജം നൽകുന്ന ഘടകങ്ങളാണ് ഭാഗ്യനിറം കടുന്നീല, മറൂൺ, സ്മോക്കി ഗ്രേ, കറുപ്പ് എന്നിവ ഈ മാസത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ നിറങ്ങളായി കാണുന്നു. പ്രധാന ചടങ്ങുകൾക്കോ അഭിമുഖങ്ങൾക്കോ പോകുമ്പോൾ ഈ നിറങ്ങൾ ഉപയോഗിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഭാഗ്യസംഖ്യകൾ 1, 9, 18 എന്നിവയാണ്. നിങ്ങളുടെ പ്രധാന അക്കങ്ങൾ കൂടാതെ 3, 12, 30 എന്നീ തീയതികളും അനുകൂലമായി കാണുന്നുണ്ട്. ഭാഗ്യ ദിവസങ്ങൾ ചൊവ്വ, ശനി എന്നീ ദിവസങ്ങൾ പ്രധാന തീരുമാനങ്ങൾ എടുക്കാനും വഴിപാടുകൾ കഴിക്കാനും ഉത്തമമായി കാണുന്നു. രത്നം ധരിക്കേണ്ടത് വൈഡൂര്യമാണ്. ഇത് മൂലം നക്ഷത്രക്കാർക്ക് ഗുണകരമാണെങ്കിലും കൃത്യമായ ജാതക വിശകലനത്തിന് ശേഷം മാത്രമേ ഇത് ധരിക്കാൻ പാടുള്ളൂ. മൂലം നക്ഷത്രത്തിന്റെ 60 നാഴികയെ 4 വിഭജിക്കുമ്പോൾ പാദങ്ങൾക്ക് വ്യത്യസ്തമായ ഫലങ്ങളാണുള്ളത്. 1-ാം പാദം അംശം മേടം. ഈ പാദത്തിൽ ജനിച്ചവർക്ക് മാസത്തിന്റെ ആദ്യ പകുതിയിൽ പിതാവുമായോ മുതിർന്നവരുമായോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. എന്നാൽ ഔദ്യോഗിക രംഗത്ത് വലിയ അധികാരം ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. 2-ാം പാദം അംശമിടവം. സാമ്പത്തിക കാര്യങ്ങളിൽ ഏറ്റവും നേട്ടമുണ്ടാകുന്നത് ഈ പാദത്തിലുള്ളവർക്കാണ്. കുടുംബത്തിലെ സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യും. 3-ാം പാദം മിഥുനം. വിനിമയങ്ങളിലും ബിസിനസ്സിലും ശ്രദ്ധ വേണം. ചെറിയ യാത്രകൾ കൊണ്ട് നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുമെന്നും എഴുത്തു ജോലികളിൽ ഏർപ്പെടുന്നവർക്ക് മികച്ച സമയമാണെന്നും പറയുന്നുണ്ട്. 4-ാം പാദം കർക്കിടകം. മാനസിക സമാധാനം വർദ്ധിക്കും. വീട് മാറ്റത്തിനോ പുതിയ വാഹനം വാങ്ങാനോ ശ്രമിക്കുന്നവർക്ക് ഇത് അനുകൂലമായി കാണുന്നുണ്ട്.